നമസ്കാരം. റഷ്യയിൽ നിന്നും ഇറാനിൽ നിന്നുമുള്ള എണ്ണ ഇറക്കുമതി കുറച്ച് പകരം അമേരിക്കൻ ഊർജ്ജ ഉൽപ്പന്നങ്ങൾ വാങ്ങണമെന്ന വമ്പൻ ആവശ്യവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനയെ സമീപിക്കുന്നു. ഏപ്രിലിൽ നിശ്ചയിച്ചിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് ഷീ ജിൻപിങ് ഉച്ചകോടിക്ക് മുന്നോടിയായി US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത്. റഷ്യയെ സാമ്പത്തികമായി തളർത്താനും അമേരിക്കൻ എണ്ണ വിപണിയെ ശക്തിപ്പെടുത്താനും ലക്ഷ്യമിട്ടുള്ള ഈ നീക്കം ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും. മാർച്ച് പകുതിയോടെ പാരീസിൽ വെച്ച് ചൈനീസ് വൈസ് പ്രീമിയർ ഹൈ ലിഫെങ്കയുമായി ബെസൻ നടത്തുന്ന ചർച്ചയിൽ ഈ വിഷയം പ്രധാന അജണ്ടയാകും. റഷ്യയിൽ നിന്ന് വൻ വിലക്കുറവിൽ എണ്ണ ലഭിക്കുന്നതിനാൽ ചൈന ഈ നിർദ്ദേശത്തോട് എങ്ങനെ പ്രതികരിക്കുമെന്നത് നിർണായകമാണ്. റഷ്യൻ എണ്ണ ഒഴിവാക്കുന്നത് ബീജിംഗും ക്രെംലിനും തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കുമെന്നതും ചൈനയെ പ്രതിസന്ധിയിലാക്കുന്നു. റഷ്യയ്ക്ക് പുറമെ ഇറാനിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയും കുറയ്ക്കണമെന്ന് US ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമേരിക്കൻ ക്രൂഡ് ഓയിൽ, LNG എന്നിവയ്ക്ക് പുറമെ സോയാബീൻ, ബോയിങ് വിമാനങ്ങൾ എന്നിവയുടെ ഇറക്കുമതി വർദ്ധിപ്പിക്കാനും ചൈനയ്ക്ക് മേൽ സമ്മർദ്ദമുണ്ട്. യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ സഹായിക്കുന്ന ചൈനീസ് നിലപാടിൽ മാറ്റം വരുത്താൻ ഈ സാമ്പത്തിക സമ്മർദ്ദം ഉപകരിക്കുമെന്നാണ് വാഷിംഗ്ടണിന്റെ കണക്കൂട്ടൽ. എന്നാൽ വില കൂടിയ അമേരിക്കൻ എണ്ണ വാങ്ങുന്നത് ചൈനീസ് സമ്പദ് വ്യവസ്ഥയ്ക്ക് തിരിച്ചടിയാകുമെന്ന ആശങ്ക ബീജിംഗിനുണ്ട്. അമേരിക്കയുടെ ഈ ആവശ്യങ്ങൾക്ക് പകരമായി തായ്വാൻ വിഷയത്തിലും US ഏർപ്പെടുത്തിയ വ്യാപാര നിയന്ത്രണങ്ങളിലും ഇളവ് വേണമെന്ന് ഷീ ജിൻപിങ് ആവശ്യപ്പെട്ടേക്കാം. അപൂർവ ലോഹങ്ങളുടെ കയറ്റുമതിയിൽ ചൈന ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ നീക്കണമെന്ന ആവശ്യവും അമേരിക്ക മുന്നോട്ട് വെക്കുന്നുണ്ട്. റഷ്യയെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താനും അമേരിക്കൻ ഊർജ്ജ വിപണിയെ ശക്തിപ്പെടുത്താനും ലക്ഷ്യമിട്ടുള്ള ഈ നീക്കം വരാനിരിക്കുന്ന ഉച്ചകോടിയിലെ പ്രധാന അജണ്ടയാകും. ഏപ്രിൽ ആദ്യവാരം നടക്കാനിരിക്കുന്ന ഉച്ചകോടിയുടെ രൂപരേഖ തയ്യാറാക്കാൻ US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റും ചൈനീസ് വൈസ് പ്രീമിയർ ഹൈ ലിഫെങ്കും അടുത്തയാഴ്ച പാരീസിൽ കൂടിക്കാഴ്ച നടത്തും. റഷ്യൻ എണ്ണയ്ക്ക് പുറമെ ഇറാനിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കുറയ്ക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെടും. അമേരിക്കയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണമെങ്കിൽ തങ്ങൾക്കും വിട്ടുവീഴ്ചകൾ വേണമെന്ന നിലപാടിലാണ് ഷീ ജിൻപിങ്. തായ്വാൻ വിഷയത്തിൽ അമേരിക്ക പുലർത്തുന്ന നിലപാടിൽ മാറ്റം വരുത്തണമെന്നും തായ്വാന്റെ സ്വയംഭരണത്തിന് നൽകുന്ന പിന്തുണ കുറയ്ക്കണമെന്നും ചൈന ആവശ്യപ്പെട്ടേക്കാം. കൂടാതെ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് മേൽ ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുള്ള കടുത്ത വ്യാപാര നിയന്ത്രണങ്ങളിലും ഇളവ് വേണമെന്നത് ചൈനയുടെ പ്രധാന ആവശ്യമാണ്. യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയുടെ സാമ്പത്തിക സ്രോതസ് തകർക്കാൻ ചൈനയെ റഷ്യൻ വിപണിയിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നതാണ് ട്രംപിന്റെ തന്ത്രം. എന്നാൽ ക്രെംലിനുമായിട്ടുള്ള അടുത്ത ബന്ധം ഉപേക്ഷിക്കുന്നത് ചൈനയ്ക്ക് എളുപ്പമാകില്ലെന്നാണ് വിലയിരുത്തൽ. അതേസമയം പശ്ചിമേഷ്യ യുദ്ധത്തിൽ കത്തിയിരിയുമ്പോൾ ലോക സമാധാനത്തിന്റെ മധ്യസ്ഥരാകാനും ചൈന ശ്രമിക്കുന്നുണ്ട്. ഇറാനിൽ ഇസ്രയേൽ അമേരിക്കൻ സഖ്യം ആക്രമണം ഘടിപ്പിക്കുന്ന പശ്ചാത്തലത്തിലും ഈ കൂടിക്കാഴ്ചയ്ക്ക് പ്രാധാന്യമുണ്ട്. ഈ മാസം അവസാനം ബീജിംഗിൽ നടക്കുന്ന ഉച്ചകോടിയിൽ ഇറാൻ വിഷയം പ്രധാന ചർച്ചയാകുമെന്നാണ് വിവരം. ആഗോളതലത്തിൽ ഗുണഭോക്താക്കളില്ലാത്ത, സംഭവിക്കാൻ പാടില്ലാത്ത യുദ്ധമാണിതെന്ന് ചൈന പരസ്യമായി നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ സമാധാന ശക്തി ചൈനയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് വിദേശകാര്യമന്ത്രി വാങ് യിയാണ് ബീജിംഗിന്റെ നിലപാട് വ്യക്തമാക്കിയത്. അടിയന്തര വെടിനിർത്തൽ അനിവാര്യമാണെന്നും യുദ്ധം കൂടുതൽ മേഖലകളിലേക്ക് പടരുന്നത് തടയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇറാനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ചൈന എണ്ണവില വർധനവിലും ആഗോള സാമ്പത്തിക തകർച്ചയിലും കടുത്ത ആശങ്കയിലാണ്. എല്ലാ കക്ഷികളും ചർച്ചാമേശയിലേക്ക് മടങ്ങണമെന്നും തുല്യനീതിയിൽ അധിഷ്ഠിതമായ സംവാദം വേണമെന്നതുമാണ് ചൈനയുടെ പക്ഷം. ഇറാൻ നിരുപാധികമായി കീഴടങ്ങണമെന്ന ട്രംപിന്റെ കടുത്ത നിലപാടുകൾ സ്ഥിതിഗതികൾ സങ്കീർണമാക്കിയിരിക്കുകയാണ്. എന്നാൽ അമേരിക്കയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ ചൈനയ്ക്ക് തുറന്ന സമീപനമാണ് ഉള്ളതെന്ന് വാങ് യി വ്യക്തമാക്കി. യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയുടെ ഭാഗത്തു നിന്നും അനുകൂലമായ നീക്കങ്ങൾ ഉണ്ടാകണമെന്നതാണ് ബീജിംഗ് ആവശ്യപ്പെടുന്നത്. വരാനിരിക്കുന്ന ട്രംപ് ഷീ ജിൻപിങ് കൂടിക്കാഴ്ച പശ്ചിമേഷ്യയിലെ നേതാക്കളെ നിശബ്ദമാക്കുമോ എന്നാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്.